സംഗീതവും സാഹിത്യവും ഒക്കെ അലിഞ്ഞു ചേർന്ന വള്ളുവനാടിന്റെ നിഷ്കളങ്കതകൾ ഉള്ളിലൂറുന്ന ഒരു ഉണ്ണികൃഷ്ണൻ. പാട്ടിലും കൊട്ടുവാദ്യങ്ങളിലുമെല്ലാം അതീവ തൽപരനായിരുന്ന അയാളെ കാലം കൈപിടിച്ച് കൊണ്ടു നടന്നെത്തിച്ചത് ഗാനമേള വേദികളിലോ കച്ചേരി വേദികളിലോ ഒന്നുമായിരുന്നില്ല. KPSCയും കേരള കലാവേദിയും പോലെയുള്ള നാടക ട്രൂപ്പുകളുടെ പിന്നണിയിലേക്കായിരുന്നു. പക്ഷേ അരങ്ങിന് പുറകിൽ തബലയുടെ താളപ്പെരുക്കങ്ങളുമായി ഒതുങ്ങിക്കൂടാനായിരുന്നില്ല ഉണ്ണികൃഷ്ണന്റെ നിയോഗം. പിന്നണിയിൽ നിന്ന് നാടകവേദികളിലേക്ക്, അവിടെ കുഞ്ഞു കുഞ്ഞു കഥാപാത്രങ്ങൾക്ക് കയ്യടി നേടിയ ശേഷം സ്വന്തം നാട്ടുകാരൻ കൂടിയായ PN മേനോൻ അദ്ദേഹത്തിന് ചലച്ചിത്ര മേഖലയിലേക്ക് സ്വപ്ന ദർശനം നൽകി. ദർശനം എന്ന ചിത്രത്തിലൂടെ 100ഓളം ചിത്രങ്ങളിലെ സ്വാഭാവികമായ അഭിനയ ശൈലിയിലൂടെ പിന്നീട് അദ്ദേഹം നമുക്ക് പ്രിയപ്പെട്ടവനായി. അഭിനയ മികവിന്റെ 3 സംസ്ഥാന പുരസ്കാരങ്ങൾ, ഒടുവിൽ ഒരു കണ്ണുനീർ തുള്ളിയായി മാറിയപ്പോഴും ഒരിക്കലും മറക്കാനാവാത്ത ഒട്ടേറെ കഥാപാത്രങ്ങളിലൂടെ ഓർമ്മയിൽ എന്നും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. തോറ്റു തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. ഞാൻ കുട്ടനായർ, ചങ്ങനാശ്ശേരിക്കാരനാ. വരവറിയാതെ ചെലവ് കഴിച്ചാൽ പെരുവഴിയാധാരം. ഒരു നുള്ളു പൊന്നിനെ എന്റെ കുട്ടി ആഗ്രഹിച്ചിട്ടുള്ളൂ, അതുപോലും വാങ്ങിച്ചു തരാൻ കഴിയില്ല അച്ഛാ. ഇത് സംഗതി മറ്റതാണ്. മറ്റതോ? പ്രേമം. നിന്റെ അച്ഛനുണ്ടാക്കിയ സംഗീതത്തിന്റെ നന്മയുണ്ടല്ലോ, അതൊന്ന് തൊട്ടു നോക്കാൻ പോലും നീ മെനക്കെട്ടിട്ടില്ല. മിനിസ്റ്ററെ വിളിക്കുകയാണെങ്കിൽ നമ്മുടെ വകയായിട്ട് സ്പെഷ്യൽ നന്ദി കൂടെ പറഞ്ഞു. പിന്നെ പറയാതിരിക്കാൻ പറ്റുമോ? ജോയിൻ ചെയ്താ പോരെ, അതിന് ഏസായി അദ്ദേഹം മതി. ആനനെ ചങ്ങലില്ലാതെ ആരെങ്കിലും മേയാൻ വിടൂ? ചന്തി കാണിച്ചു എന്ന് പറഞ്ഞൊരു കേസ് സർക്കാർ കടലാസിൽ ഞാൻ എങ്ങനെ എഴുതും പിള്ളേച്ച? സ്ഥിരമായിട്ട് പെണ്ണ് കാണാൻ നടക്കുകയാണെങ്കിൽ ഈ പണി നിർത്തി സ്ഥലം കാലിയാക്കാൻ നോക്ക്. നിന്നെ കാണുന്ന ഈ വീട്ടിലൊരു നക്ഷത്രം തിരിച്ചു വരുന്ന പോലെ അല്ലടാ. ഓ അത് ശരിയാണല്ലോ, ഞാനാണല്ലോ സ്ഥിരം കൊലപാതകി. ആ കത്തി ജോലി തിരക്കായ എനിക്ക് പിന്നെ കണ്ണ് കാണില്ല. കുമാരൻ എന്നെ കൊണ്ട് എവിടേക്കാ പോയത്? എത്ര കുട്ടികളുണ്ട്? എന്താ പിന്നെ കുട്ടികളാവാഞ്ഞേ? നാവാമുകുന്ദന് കൊടുത്തതിന്റെ ബാക്കി ഇത്തിരി നിവേദ്യമുണ്ട്, അത് എന്നാ സ്വീകരിക്കും. ഓർമ്മയിലെന്നും